ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൊട്ട് ക്രാഫ്റ്റ് കേട്ടോ. വീട്ടിലിരിക്കുന്ന 2-3 ഐറ്റംസ് വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന്. സോ അങ്ങനെ ഒരു ഫ്ലവർ പോട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ചെയ്യാം അല്ലേ? സോ കമോൺ. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് ആർട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയാലോ. ആദ്യം ആവശ്യമുള്ളത് നമുക്കൊരു കപ്പ് ഷേപ്പ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റാണ്. പിന്നെ ഞാൻ അടുത്തത് ക്ലേ ആണ്. നിങ്ങൾക്ക് ക്ലേ ഇല്ലെങ്കിൽ വേണമെങ്കിൽ മണ്ണിട്ട് നിറയ്ക്കാം, അങ്ങനെയും ചെയ്യാം. അടുത്ത ആവശ്യം ഒരു ഉണങ്ങിയ തണ്ടാട്ടോ. ഒന്നിക്കിൽ അത് എവിടെന്നെങ്കിലും പുറത്തുനിന്ന് പറിച്ചെടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച പോലെ നിങ്ങൾക്ക് കരിയേപ്പിലേൻ്റെ തണ്ട് ഉപയോഗിക്കാം. ഞാൻ എടുത്തത് കരിയേപ്പിലേൻ്റെ തണ്ടാട്ടോ. ആ കരിയേപ്പിലേൻ്റെ ഇലയൊക്കെ മാറ്റി കളഞ്ഞാൽ ഇരിക്കുന്ന തണ്ട് അതിനൊരു എസ്തറ്റിക് ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചയും കൂടി വെച്ചപ്പം ഒരു ഉണങ്ങിയ ഫീൽ കിട്ടി. അപ്പോൾ ഈ കാണുന്നത് ശരിക്കും കരിയേപ്പിലേൻ്റെ തണ്ടാണ്. പിന്നെ ആവശ്യമുള്ളത് ഒരു ടിഷ്യൂ പേപ്പർ, ഫെവിക്കോള്, സിസർ, ഇത്രയേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണിച്ച പോലെ ആ കപ്പിൻ്റെ ഉള്ളിൽ ആ ക്ലേ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ 2 കമ്പ് കുത്തി വെക്കുക. നിങ്ങൾക്ക് ക്ലേ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മണ്ണും എടുക്കാം. അടുത്തത് നമ്മൾ പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വെറും റഫ് പൂവ്. അപ്പോൾ ആ ടിഷ്യൂ പേപ്പറിനെ കൊണ്ടാണ് നമ്മൾ പൂവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ നിങ്ങളൊരു ചെറിയ സ്ക്വയർ പോലെ മുറിക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്ക്, ആ സ്ക്വയറിൻ്റെ നടുക്ക് കുറച്ച് ഗമ്മ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് പുറത്ത് അതേ നടുക്ക് പുറത്ത് കുറച്ചങ്ങ് ഫെവിക്കോള് ആക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മടക്കുക. അപ്പോൾ അത് ജസ്റ്റ് താഴത്തെ ഭാഗം മാത്രം ഒന്ന് ചുറ്റി കൊടുക്കുക ഒരിത്തിരി. അപ്പം നമുക്കൊരു റഫ് പൂവിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. മേ ബി ഒരു ബോഗൻവില്ല എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ അതൊരു ബോഗൻവില്ല ഷേപ്പ്. അപ്പോൾ അങ്ങനെ ഞാൻ ഓൾറെഡി കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട്, സമയം ലാഭിക്കാമല്ലോ. അപ്പോൾ അതിനി എന്താ പണിയെന്ന് വെച്ചാൽ, ഈ ഓരോ പൂവും ആ ഓരോ തണ്ടിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കല. ഞാനിവിടെ വെറും പ്ലെയിൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടോ, ഞാൻ അതിൽ കളറോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രേ പേപ്പറും എടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു തട്ടിക്കൂട്ട ക്രാഫ്റ്റുമാണ്. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരു പൂച്ചട്ടി ചെയ്യാം, ഒരു ഫ്ലവർ പോട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഫെവിക്കോളിൻ്റെ ട്യൂബ് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത് കയ്യിൽ ആക്കുമ്പോൾ ഒട്ടിക്കുമ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ട്. നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിന് തന്നെ ഒരു ഡൗട്ട് അടിച്ചു പോകും, നമ്മളെ കയ്യിലാണോ ഒട്ടേണ്ടത് അതോ തണ്ടിലാണോ എന്ന്. അപ്പോൾ ട്യൂബ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും അത് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യുന്നത്, ഞാൻ ആ പൂ ഓരോ തണ്ടിൻ്റെ ടിപ്പിലങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒട്ടിച്ച് പകുതി ആകുമ്പോഴാട്ടോ ശ്രദ്ധിച്ചത്, നമ്മളെ പൂവും വെള്ള കളറാണ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ടും വെള്ള കളറാണ്, ചുമരിൻ്റെ കളറ്. പക്ഷേ എങ്കിൽ ഞാൻ ലാസ്റ്റ് അതൊരു വേറെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് കാണിച്ചു തരാം. സോ അങ്ങനെ ഓരോ ഇതും തണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ പൂവിന് കുറച്ച് ഡൗട്ട് അടിച്ചു, ഇത് തണ്ടിലാണോ ഒട്ടേണ്ടത് നമ്മളെ കയ്യിലാണോ ഒട്ടേണ്ടതെന്ന്. പക്ഷേ എങ്കിൽ പിന്നെ ഞാൻ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് മര്യാദക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ അടുത്തതിൽ നമ്മൾ സീസറിൻ്റെ തുമ്പിൽ ഫെവിക്കോൾ ആക്കിയിട്ട് ഒട്ടിക്കാൻ നോക്കി. എന്നാൽ പിന്നെ കയ്യിലാവില്ലല്ലോ. ഇതങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ക്രാഫ്റ്റ് അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മൾ വീട്ടിൽ കാണുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എന്ത് ചെയ്യാം എന്ന് തോന്നിയപ്പം എനിക്ക് ചെയ്യാൻ തോന്നിയതാണ് കേട്ടോ. സോ ഇതാട്ടോ നമ്മളുടെ ഫ്ലവർ പോട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.